നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തി. ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. CPM ലീഗ് കൂട്ടുകെട്ട് സർക്കാർ സംവിധാനങ്ങളെ വർഗീയവൽക്കരിക്കുന്നെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കായംകുളം നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. സർക്കാർ സംവിധാനങ്ങളെ വർഗീയവത്കരിക്കുന്ന CPM ലീഗ് കൂട്ടുകെട്ട് ആരോപിച്ചായിരുന്നു ബഹുജന മാർച്ച്. സന്ദീപ് വചസ്പതി ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം ഇതേപ്പറ്റി ഒരു ചാനൽ ചർച്ചയുണ്ടായിരുന്നു. അപ്പൊ ആ ചാനൽ ചർച്ചയിൽ ബഹുമാനപ്പെട്ട നഗരസഭയുടെ ചെയർപേഴ്സണും പങ്കെടുത്തു. അപ്പൊ അവർക്ക് ആകെ ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ: ഞാനിതൊന്നും അറിഞ്ഞില്ല, എനിക്കിതേപ്പറ്റി ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ കുറെ കാലങ്ങളായി, കഴിഞ്ഞ 7-8 വർഷമായി കേരളത്തിലെ ജനങ്ങൾ കേൾക്കുന്ന ഒരു പതിവ് പല്ലവിയ: അനക്കറിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്ന മറുപടി ഇതുതന്നെയാ. കേരളത്തിൽ എന്ത് അനിഷ്ട സംഭവം ഉണ്ടായാലും മുഖ്യമന്ത്രിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ: അനക്കറിയില്ല. അതുതന്നെയാണ് CPIMന്റെ നേതാവ് കൂടിയായ നഗരസഭാ ചെയർപേഴ്സൺ അന്ന് ചാനൽ ചർച്ചയിലും ആവർത്തിച്ചത്. ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഒരു മന്ത്രി പങ്കെടുക്കാൻ പോകുന്ന ചടങ്ങില്, മന്ത്രി എത്തേണ്ട ഒരു കെട്ടിടത്തില് ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടത്തിന് കേരള പോലീസ് അനുമതി നൽകിയിട്ടുണ്ടോ? കായംകുളം മണ്ഡലം പ്രസിഡന്റ് R. വിനോദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു അമ്പക്കാട് സ്വാഗതം പറഞ്ഞു. ബി.ജെ.പി. മേഖലാ പ്രസിഡന്റ് സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. MV ഗോപകുമാർ, പാലമുറ്റത്ത് വിജയകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി ബിപിൻ രാജ്, ബിപിൻ C. ബാബു, പ്രണവം ശ്രീകുമാർ, മടത്തിൽ ബിജു, പാറയിൽ രാധാകൃഷ്ണൻ, രമേശ് കൊച്ചുമുറി, കൃഷ്ണകുമാർ രാംദാസ്, R. രാജേഷ്, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, സ്റ്റാലിൻ ദേവികുളങ്ങര, ശ്രീലക്ഷ്മി, ഓമനാനിൽ, ഷീല പ്രസാദ്, പ്രസാദ് ദേവികുളങ്ങര, പ്രദീപ് ദേവികുളങ്ങര, ബിന്ദു സുഭാഷ്, സ്വപ്ന സജി, സരസ്വതി രമേശ്, ദേവരാജൻ, സദാശിവൻ, സുനിത രാജു, ഷീജ തങ്കച്ചൻ, രമണി ദേവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.